ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മൾ ഉസ്താദിൻ്റെ കൂടെ, നമ്മൾ റിയാസ് അലി ഉസ്താദാണ് കേട്ടോ. റിയാസ് ഭായിൻ്റെ കൂടെ കാസർഗോഡാണ്, ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏർവാടിക്ക് വന്നിക്കാണ് കൂട്ടമായിട്ട്. അപ്പോൾ ഇന്ന് ഏർവാടി ബൂസിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് 4 ദിവസം കൂടി ഉണ്ട് ഇവിടെ പൂർത്തിയാകാൻ അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളൊരു 2 ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉസ്താദിൻ്റെ കൂടെ വളരെയധികം സന്തോഷം ഉള്ളൊരു നിമിഷത്തിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഏർവാടിയുടെ ഒരു മനോഹരമായ കാഴ്ച നമ്മൾ കാണിച്ചു തരാം. ആളുകളൊക്കെ കമ്മിയാണ് അല്ലേ, മുമ്പത്തെ അപേക്ഷിച്ചിട്ട് കമ്മിയാണ്. സംഭവമാണ് ജിന്ദ കറാമത്തിന്റെ ജീവിച്ചിരിക്കുന്ന കറാമത്ത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അൽ ബദീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിൽ വരണം. അത് സാഹിദീങ്ങളെ സാഹിദാക്കാനും ആലിമീങ്ങളെ സാധാരണക്കാരെ ആലിമാക്കി മാറ്റാനും ഔലിയായിൻ്റെ റുത്ബയിലേക്ക് ഉയർത്താൻ എല്ലാവിധ കെൽപ്പും ശക്തിയുമുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബദീർ റളിയല്ലാഹു അൻഹു. ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുകയും അവരുടെ ഉദ്ദേശപൂർത്തീകരണങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഫضലുകൊണ്ട് മഹാന്മാരുടെ ഹക്ക് കൊണ്ട് എല്ലാവിധ വിഷമങ്ങളും അള്ളാഹു തആല തീർത്തു തരുന്നതാണ്. അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ പ്രേക്ഷകരെ, നമ്മളുടെ ഏർവാടി ബാദുഷാ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കാമിൻ്റെ ഒരു മുൻവശത്താണ് നമ്മൾ നിൽക്കുന്നത്. വളരെയധികം മനോഹരമായ ഒരു നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. വല്ലാതെ ചൂടുമില്ല, എന്നാൽ വല്ലാതെ തണുപ്പുമില്ല. ഒരു മധ്യ നിലയിലാണ് ഇപ്പം ക്ലൈമറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ലൊരു മനോഹരമായ കാഴ്ച കേട്ടോ. നമ്മുടെ ഉസ്താദും നമ്മളുടെ ഫ്രണ്ട്സ് റിയാസ് ഭായി, പിന്നെ നമ്മളുടെ ഒരുപാട് താനൂർ ഭാഗത്തിൽ നമ്മളുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. എന്തെന്നില്ലാത്ത നല്ലൊരു കാഴ്ച. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മഹാനവറുകളുടെ പൊരുത്തവും ഗുരുത്വവും അവിടുത്തെ കാവലും നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ എപ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതിനോടുകൂടെ ജീവിതത്തിൽ വരാൻ കഴിയാത്തവർക്ക് ഇതൊരു കാഴ്ചയാണ്. എല്ലാവരും ജീവിതത്തിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട, കാണേണ്ട ഒരു സ്പോട്ടാണ് മഹാനായ ഏർവാടി ബാദുഷാ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈ ചാരത്ത് എല്ലാവരും വരണമെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുത്തെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകരെ, ഈ തമിഴ്നാടൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഒരു 20 റുപ്യക്ക് നമ്മള് കവറിൽ ചായ വാങ്ങുകയാണെങ്കിൽ ഒരു 4 ഗ്ലാസ് ഒക്കെ തരും. എന്നിട്ട് അത് ഷെയർ ആക്കിയിട്ട് കുടിക്കാം. അത് നമ്മൾ അജ്മീറിലൊക്കെ ഉണ്ട്, നമ്മൾ കേരളത്തിലായില്ല. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ചങ്ങായിമാർ ഒരു കമ്പനി ലെവലില് ഒരു 20 റുപ്യക്ക് ചായ എന്ന് പറഞ്ഞ പാർസൽ എന്ന് പറഞ്ഞ ഒരു പാർസൽ ആക്കി തരും, 4-5 ഗ്ലാസും തരും. അപ്പൊ ഞങ്ങൾ ഇവിടെ ഷെയർ ആക്കി കുടിച്ചാണ്ട് ഏകദേശം സായാഹ്ന സമയമായി. നമ്മളെ റിയാസ് ഭായി, നമ്മളെ ഉസ്താദ്, നമ്മളെ ഭായി അണ്ണനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിതാ ഷെയർ ആക്കി കുടിച്ചാണ് എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പൊ ഇനി ഞങ്ങൾ കാട്ടുപള്ളി പോകാൻ വേണ്ടി നിൽക്കാണ്. കാട്ടുപള്ളിക്കാണ്. അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു. ഉസ്താദിന്റെ ക്ലാസ് വരും കേട്ടോ ഈ ചാനലില്. ആമീൻ ആമീൻ ആമീൻ. இந்த மஜ்லிஸை நடத்தின பரக்கத்து கொண்டும் யா அல்லாஹ் அவருடைய தேவையை அனைத்து நீ பூர்த்தியாக்கி தர ஆமீன். சுதாக்களுடைய நல்லவராக துஆ பரக்கத்து எங்களுடைய துஆவை நீ ஏற்றெடுக்கணும் ரஹ்மானே. ஆமீன். மஜ்லிஸை நீ பொருந்தணும் ரஹ்மானே. ஆமீன். நாங்கள் எந்த விதமான பாவங்கள் செய்தாலும் அனைத்து பாவங்களையும் மன்னித்துவாய் ரஹ்மானே. ஆமீன். சுடைய பொருட்டால் யா அல்லாஹ் எங்களுடைய துஆவை நீ ஏற்றெடுக்கணும் ரஹ்மானே. ஆமீன். சுதாக்கள் வலிமார்களுடைய துஆ பரக்கத்து கொண்டு யா அல்லாஹ் எங்களுடைய துஆக்களை நீ ஏற்றெடுக்கணும் ரஹ்மானே. ஆமீன். குறிப்பாக இந்த மஜ்லிஸில் என்ன நிய்யத்தோடும் என்ன கோரிக்கையோடும் என்ன முராதோடும் இந்த மஜ்லிஸை நடத்துறோம் யா அல்லாஹ். ஆமீன். துஆ பரக்கத்து கொண்டு யா அல்லாஹ் முராதுகளையும் ஹலாலான ஹாஜத்தையும் நிய்யத்தையும் நிறைவேற்றுவாய் ரஹ்மானே. ஆமீன். முராதுகளை ஹாசிலாக்கிடுவாய் ரஹ்மானே. ஆமீன். பாவடி துஆ பரக்கத்து கொண்டு ஆமீன். கண்ணியமிக்க நாதாக்களுடைய சுதாக்களுடைய பரக்கத்து கொண்டு ஆமீன். அவருடைய தேவையை நீ பூர்த்தியாக்கிடுவாய் ரஹ்மானே. ஆமீன். கஷ்டங்களை நீக்கிடுவாய் ரஹ்மானே. ஆமீன். முராதுகளை ஹாசிலாக்கிடுவாய் ரஹ்மானே. ആമീൻ. പ്രേക്ഷകരെ, ഞങ്ങൾ നേരത്തെ മക്കാമുകൾ കണ്ടത് വീഡിയോയിൽ ഇപ്പൊ നമ്മൾ കണ്ടത് നമ്മളെ കാട്ടുപള്ളിയിൽ കിടക്കുന്ന അമീർ അബ്ബാസ് മന്ത്രി ഉപ്പാപ്പാന്റെ ചാരത്ത് അവിടെ തമിഴന്മാരൊരു മൗലൂദ് വെച്ചതാണ് കേട്ടോ. അതിന്റെ ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത്. ഇപ്പൊ ഞങ്ങൾ അസർ നിസ്കാരത്തിന് ശേഷം ഞങ്ങള് കാട്ടുപള്ളിയിലെ ആ ഒരു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയൊരു കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ
നമ്മളുടെ റിയാസ് ഭായ് ഉണ്ട്, അതേപോലെ ഉസ്താദ് അവർകൾ, രണ്ട് നമ്മൾ എന്താ സ്നേഹിതന്മാരുണ്ട് കേട്ടോ, ദോസ്തന്മാരുണ്ട്. അപ്പോൾ എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? ഇപ്പൊ സായാഹ്ന സമയമാണ്, നല്ലൊരു ഇളം കാറ്റാണ് ഇപ്പൊ വീശുന്നത്. വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. മഹാന്മാരുടെ ചാരത്ത് വന്നുകൊണ്ട് അവരുടെ ഫുയുലാത്ത് ബറക്കാത്തുകൾ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാരത്ത് വന്നിരിക്കുന്നത്. അതിൽ സന്തോഷവാന്മാരാണ്. വളരെ ദുഃഖങ്ങളെല്ലാം മതിമറന്ന് സന്തോഷത്തോടുകൂടെയുള്ളൊരവസ്ഥ എത്തിക്കുകയും ചെയ്തു. അതിൽ വളരെ സന്തോഷവാന്മാരാണ്. അപ്പോൾ മസ്റ്റായിട്ട് എന്താണെന്നുണ്ടെങ്കിൽ ഈ കാട്ടുപള്ളി മഹാരഥന്മാരുടെ ചാരത്ത് വരണം. അത് നമ്മുടെ മനസ്സിന്റെ ജീവിതത്തിന്റെ ഒരു റാഹത്താണ് കേട്ടോ. നമ്മളൊക്കെ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം ഇങ്ങോട്ട് വരാൻ കാരണം അത് മനസ്സിന്റെ ഒരു സന്തോഷം, ഇവരുമായിട്ടുള്ള ഒരു ടച്ചിങ് ആണ് കേട്ടോ. ഒരു എന്താ ടച്ചിങ്സ് അല്ലേ? തീർച്ചയായിട്ടും അത് മഹാന്മാരായിട്ടുള്ള അടുപ്പാണ്. അപ്പൊ അതിനാണ് നമ്മളെ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു കൂടിയിരുത്തും, ഒരു വേറൊരു ഷോലൊന്നുമില്ല, തിരക്കൊന്നുമില്ല. തിരക്കെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഇവിടെ വരണം. അത് വരുമായിട്ടുള്ള ഒരു കണക്ഷനാണ് കേട്ടോ. കാട്ടുപള്ളിയിൽ നിന്ന് ഏർവാടി ദർഗയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച രാത്രി അസ്തമിച്ച ദിവസം. അതിനുശേഷമുള്ള കാഴ്ചയാണ് നമ്മൾ ഏർവാടി ദർഗയുടെ മുൻവശത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇന്ന് വ്യാഴാഴ്ച ദിവസത്തെ ഒരു തിരക്കാണ് കേട്ടോ. കണ്ടമാനം ആളുകൾ അവിടുന്നും ഇവിടുന്നൊക്കെ വന്നിട്ടുണ്ട്. കേരളക്കാർ തന്നെ ഒരുപാട് ആളുകളുണ്ട്. മുമ്പത്തെ വർഷങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ തിരക്കുകളൊന്നും ഇല്ല കേട്ടോ. കാരണം അതെന്താ അതിൻ്റെ കുഴപ്പം, എന്താ അതിൻ്റെ വിഷയമെന്ന് നമുക്കറിയില്ല. സാമ്പത്തിക മാന്ദ്യം തന്നെ ആയിരിക്കും കേട്ടോ അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ആ ഒരു വ്യാഴാഴ്ച രാത്രിയിലെ തിരക്കാണ് നമ്മൾ ഏർവാടിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ കൊടിമരമാണ് ഇത്. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി കൂടുതലൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കണില്ല. ഇനി നാളെ നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആകെ ഇന്ന് ഫുള്ള് നടത്തായതുകൊണ്ട് ടയേർഡാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണിച്ച് തന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഏർവാടിയിലെ കാഴ്ച കേട്ടോ. വ്യാഴാഴ്ച ദിവസത്തെ കാഴ്ചയാണ്. എല്ലാവർക്കും അള്ളാഹു ഇവരുടെ മദതും ഇവരുടെ പൊരുത്തവും നമുക്കൊക്കെ തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പള്ളിയുടെ മുൻവശത്താണ് കേട്ടോ. പള്ളിയുടെ മുൻവശത്തെ കാഴ്ചയാണ്. ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വിശ്രമിച്ച് ബാങ്കിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരോടും സ്നേഹം മാത്രം. അടുത്ത വീഡിയോയിൽ കാണാം.